ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ അമ്പലങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം തൃപ്പൂണിത്തുറയിലെ ഒരു 4 ബെഡ്റൂം വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് അമ്പലങ്ങളിലൊന്നായ ശ്രീ പൂർണ്ണത്രയേശ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. പൂർണ്ണത്രയേശ ടെമ്പിളിലേക്ക് ഈ വീട്ടിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്ററാണ് വരുന്നത്. കൂടാതെ വൈറ്റില ജംഗ്ഷനിലേക്ക് 10 കിലോമീറ്ററും. 5 സെന്റിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി പ്ലസ് സ്റ്റഡി ഏരിയ ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മോഡേൺ സ്റ്റൈലിലുള്ള കണ്ടംപററി ബോക്സി ടൈപ്പ് ഡിസൈനാണ് വീടിന് എലവേഷനായി നൽകിയിരിക്കുന്നത്. സിമെന്റ് ഫിനിഷ് വരുന്ന നല്ലൊരു ടെക്സ്ചറൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് വീടിന്റെ എലവേഷൻ പൂർത്തീകരിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറ വൈക്കം റൂട്ടിൽ നിന്ന് ഇതേപോലെ നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2 വണ്ടികൾ ഒരേ സമയം കടന്നു പോകാൻ മാത്രം വലിപ്പമുള്ള വലിയ ഇന്റർലോക്ക് കട്ടയൊഴിച്ച വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. ചെടികളൊക്കെ പിടിപ്പിച്ചുകൊണ്ട് അല്പം വെറൈറ്റി മോഡലിൽ തന്നെയാണ് ഈ വീടിന്റെ ചുറ്റുമതിൽ പണിതിരിക്കുന്നത്. രണ്ട് എൻട്രൻസുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഒരു വശത്തായി ഒരു ഫുള്ളി സ്ലൈഡിംഗ് ഗേറ്റും മറുവശത്ത് വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീടിന്റെ നീളമേറിയ വീട്ടുമുറ്റത്തേക്കാണ്. കടപ്പാകലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് വീട്ടുമുറ്റം ചെയ്തിരിക്കുന്നത്. 3-4 കാറുകൾ വരെ ഒരേ സമയം നമുക്ക് ഈ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. 100% വാസ്തുവിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. കിണർ വെള്ളവും ബോർവെല്ലും KWA വാട്ടർ കണക്ഷനും ഇവ 3 ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിനി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. 2-3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന സിറ്റ് ഔട്ടാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. സിറ്റ് ഔട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് വാളിലായി നല്ലൊരു വാൾ ടൈൽ കൊടുത്ത് അതിൽ സ്റ്റീൽ ബീഡിംഗ് നൽകി വളരെ ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തേക്കിൻ തടിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായൊരു മെയിൻ ഡോറാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. മെയിൻ ഡോർ കൂടുതൽ സേഫാക്കാനായി ഫിംഗർ പ്രിന്റ് അടക്കം വരുന്ന ഇലക്ട്രോണിക് ലോക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വളരെ വിശാലമായ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ ഒരു വാൾ മുഴുവനായി തന്നെ ഫുൾ ഗ്ലാസ് പാർട്ടീഷനാണ് നൽകിയിരിക്കുന്നത്. സോഫ സെറ്റ് ഇടുമ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ടായി വരത്തക്കതിലുള്ള നല്ലൊരു മെറ്റൽ ആർട്ടും നല്ല ഭംഗിയുള്ളൊരു വാൾപേപ്പർ ഡിസൈനും ഇവിടെ നമുക്ക് കാണാം. ലിവിംഗ് ഏരിയയിലേക്കും ഡൈനിങ് ഏരിയയിലേക്കും ഒരേ സമയം ട്വിസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി വീടിന്റെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. നല്ല രീതിയിൽ തന്നെ വെന്റിലേഷൻ ലഭിക്കുന്നതിനായി ഇവിടെ ഡൈനിങ് ഏരിയയിലും നല്ലൊരു ഗ്ലാസ് പോർഷൻ നൽകിയിട്ടുണ്ട്. 10-12 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഗ്ലാസ് പോർഷൻ വരുന്ന ഭാഗത്തായി നല്ലൊരു ഗാർഡനൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകളുടെയും എൻട്രൻസിന് നടുവിലായാണ് ഈ വീടിന്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഈ ഏരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാർ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു പാർട്ടീഷൻ വർക്കും ഇവിടെ നമുക്ക് കാണാനാവുന്നുണ്ട്. ക്രോക്കറി ഐറ്റംസും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിച്ചണിലേക്കുള്ള എൻട്രൻസിലായി നൽകിയിട്ടുണ്ട്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ വീടിന്റെ കിച്ചൺ കബോർഡ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായി 100% വാസ്തുവിൽ തന്നെയാണ് ഈ വീടിന്റെ അടുക്കള ഇരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റവ് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
അടുത്തതായി നമുക്കിനി വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഹാങ്ങിങ് ലൈറ്റ്സും വാൾപേപ്പർ ഡിസൈനൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ വിൻഡോസിലും ബ്ലൈൻഡ്സ് കർട്ടൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടിയായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഈ വീടിന്റെ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ പോർഷനുകളായി തിരിച്ച് തന്നെയാണ് ഇവിടെ ബാത്റൂം ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒന്നാമത്തെ ബെഡ്റൂമിന്റെ അത്ര തന്നെ വലിപ്പം നല്ലൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിന്റെ കോർണറിലായി വാം കളറിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. മൂന്ന് പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ റൂമിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്ക് ഇനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. ആർക്കിടെക്ട് മോഡലിൽ GA ട്യൂബിൽ നൽകിയിരിക്കുന്ന സ്റ്റെയർവേ ആണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. വുഡൻ ഫ്ലോറിങ്ങും വുഡൻ ഹാൻഡ് റോപ്പുമാണ് ഇവിടെ സ്റ്റെയർവേയിൽ നൽകിയിരിക്കുന്നത്. സ്റ്റെയർവേ കയറി നമ്മൾ ആദ്യം എത്തുന്നത് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ വലിയൊരു ഗ്ലാസ് പോർഷനും ഇവിടെയും നൽകിയിട്ടുണ്ട്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ സ്റ്റഡി ഏരിയയിലേക്കാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനായോ അതല്ലെങ്കിൽ ഒരു വർക്ക് സ്പേസ് ആയോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഡോർ തുറന്ന് നേരെ ഇറങ്ങി ചെല്ലുന്നത് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. റൂഫിംഗ് ഷീറ്റ് ചെയ്ത് GI മെഷുകൾ ഇരുവശത്തുമായി നൽകി സേഫാക്കി തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ള പോയിന്റൊക്കെ ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കൂടാതെ 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടെ ചെറിയൊരു വർക്കിംഗ് ടേബിളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇവിടെ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഇവിടെ 4 ബെഡ്റൂമുകളും ഏകദേശം ഒരേ അളവിൽ നല്ല വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ നല്ലൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെയും കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. മൊറോക്കൻ സ്റ്റൈൽ ടൈലൊക്കെ കൊടുത്ത് ഗ്രാൻഡ് ലുക്കിൽ തന്നെയാണ് ഇവിടെ ബാത്റൂം നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നിറയെ കളർഫുള്ളായ ചെടികളൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കി തന്നെയാണ് ബാൽക്കണി നൽകിയിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നത്. ഈ മനോഹരമായ വീടിന്റെ എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. പൂർണ്ണമായും വാസ്തുപരമായി തന്നെ 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,40,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഈ ഉത്സവ നഗരിയിലെ വീട് സ്വന്തമാക്കാനായി ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.